ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങനെ എത്തിപ്പോയിട്ടുണ്ട്. മാത്സിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും എക്സാമിന് വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ, 4 മാർക്ക് നിങ്ങൾക്ക് എക്സാമിന് കിട്ടാനുള്ള ചോദ്യമാണ്. എന്താണെന്നറിയോ? ഒരു 2 ഡിജിറ്റ് നമ്പറിന്റെ ക്വസ്റ്റ്യനാണ്. നല്ല അടിച്ചുപൊളി ചോദ്യമാണ്. ഒന്ന് ചെയ്ത് പഠിച്ചാലോ. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പെയർസ് ഓഫ് ഇക്വേഷൻ ആണ്, സമവാക്യ ജോഡികൾ. അപ്പോൾ ജോഡികളൊക്കെ ആക്കി സമവാക്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന അടിപൊളി ചാപ്റ്റർ ആയിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ്. അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ 9 കൂടുതലാണ്. സംഖ്യകൾ കണക്കാക്കുക. മക്കളെ, ക്വസ്റ്റ്യൻ സ്റ്റൈൽ കണ്ട. സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 11. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ പറ്റിയാണ് കഥ തുടങ്ങുന്നത്. ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ് ഈസ് 9 മോർ ദാൻ ദ ആക്ച്വൽ നമ്പർ. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഇങ്ങനെ തരുന്ന ഈ വേർഡ്സിൽ കിടക്കുന്ന ഈ പ്രോബ്ലത്തിനെ നമ്മൾ നമുക്ക് വേണ്ട രീതിയിൽ വാരിയബിളിലേക്കൊക്കെ മാറ്റി കുറച്ച് എക്സും വൈ ഒക്കെ വെച്ച് നമ്മളൊന്ന് മാറ്റി ചെറിയ ചെറിയ ഇക്വേഷൻസ് ആക്കി എടുക്കും. എന്നിട്ട് 2 ഇക്വേഷൻ ആക്കി മാറ്റിയാൽ 2 ഇക്വേഷൻ ആയ പിന്നെ അതിനെ പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് വിളിക്കാമല്ലോ അല്ലേ. എന്നിട്ട് ആ ഇക്വേഷനെ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഒന്ന് തുടങ്ങി നോക്കാം. 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ ഇത് എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം? 2 ഡിജിറ്റ് നമ്പർ എന്നുള്ള ഐഡിയ അറിയോ? ഇവർ പറയുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് വരുന്നതിന് മുന്നേ കുറച്ചൊരു ബേസ് വേണം. നോക്കണേ, നമ്മളൊരു 2 ഡിജിറ്റ് നമ്പർ പറയാണ് 25 എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താ? ഈ 25ന്റെ മീനിങ് എന്താ? ഈ 1ന്റെ ഡിജിറ്റ്, യൂണിറ്റ് ഡിജിറ്റിലുള്ള ആള് 5ഉം 10ന്റെ പ്ലേസിലുള്ള ആള് 2 അല്ലേ ഇവിടെ ഉള്ള. ഇത് ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യ, ഇത് 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ. അപ്പൊ നിങ്ങൾ ഈ 25 എന്ന് പറയുന്ന നമ്പർ ആക്ച്വലി എന്താണ്? അത് 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് 10ന്റെ പ്ലേസിലുള്ളതാണ്. അപ്പൊ 10 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 1 ഇപ്പൊ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ. 5 എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിലാണ്, ഒറ്റയുടെ സ്ഥാനത്താണ്. അപ്പോൾ 5 ഇൻറ്റു 1 അല്ലെങ്കിൽ 5 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് നോക്കിക്കേ, 10 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 5. ഇതാണ് ആ നമ്പർ. ഒന്നുകൂടെ ഒരു നമ്പർ 46 ആണെന്ന് വിചാരിക്കാം. ഈ 46 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മീനിങ് എന്താ? 4 എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനത്തുള്ള ആളാണ്. അപ്പൊ ഇത് 10 ഇൻറ്റു 4 പ്ലസ് 6 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 6 തന്നെ. ആൻസർ 3 46 കറക്റ്റ് ആയില്ലേ? ഈ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റിയാൽ നമ്പർ ആവുന്ന സമയത്ത് നമുക്കത് കാണുമ്പോൾ തന്നെ ഓക്കെയാണ്. 46 അല്ലേ. 40 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4 10 അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 6 വരുന്നത്. പക്ഷെ ലെറ്ററിൽ നമ്മൾ നമ്പർ എഴുതുമ്പം ഈ ഒരു ലോജിക്ക് നമുക്ക് പെട്ടെന്ന് കൊണ്ട് കത്തൂല. നോക്കേ മക്കളെ, നോക്കിക്കോണേ. എക്സ് വൈ എന്നാണ് നമ്മൾ ഒരു 2 ഡിജിറ്റ് നമ്പർ എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊണ്ട് ഐഡിയ വരില്ല, എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് വരില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെയാക്കി ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിലെ ഒരു ഡിജിറ്റ് വൈ ആണ്, ഒരു ഡിജിറ്റ് എക്സ് ആണ് അല്ലേ. യൂണിറ്റ് സ്ഥാനത്തിലെ, യൂണിറ്റ് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കം വൈ ആണ്. അതേപോലെ 10ന്റെ സ്ഥാനത്തുള്ള ആളാണ് എക്സ്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? 10 ഇൻറ്റു എക്സ് എന്ന് വരും. എന്ന് വെച്ചാൽ 10x പ്ലസ് അടുത്ത ആളാരാ? അടുത്ത ആള് വൈ. വൈ എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു 1 ആണ്. അതുകൊണ്ട് വൈ എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ എഴുതാൻ നിങ്ങൾ പഠിച്ചോ? എല്ലാവരും പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ പരിപാടി? ഒരു കുഴപ്പമില്ലല്ലോ. ഒരു ടാസ്ക് കൊടുത്തരട്ടെ. ഇത് എക്സ് വൈക്ക് പകരം ഞാൻ നേരെ തിരിച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിജിറ്റ് എഴുതുന്നതെന്ന് വിചാരിക്കാം. ഇതാണ് എൻ്റെ 2 ഡിജിറ്റ് നമ്പർ എന്ന് വിചാരിക്കാം. ഇതെന്താ ശരിക്കും? ആക്ച്വലി നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? വൈ എക്സ് എന്ന് പറഞ്ഞാൽ ആൾ ആരാണ്? 10y ഉണ്ട് അല്ലേ. y എന്ന് പറയുന്നത് 10ന്റെ പ്ലേസിലാണ്. അപ്പൊ 10y പ്ലസ് എക്സ് എന്നാണ് നമ്മൾ ഇത് എഴുതി വെക്കേണ്ടത്. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? ഇങ്ങനെ എഴുതാനുള്ള പരിപാടി എല്ലാവരും പഠിച്ചില്ലേ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കാം. ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11 ആണ് എന്നാ പറയുന്നത്. അക്കങ്ങളുടെ തുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടക്ക സംഖ്യ എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു 2 ഡിജിറ്റ് നമ്പറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമ്മുടെ 2 ഡിജിറ്റ് നമ്പറിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 ഡിജിറ്റ് നമ്പർ. ഓക്കെ, നിങ്ങളത് എക്സ് വൈ എന്നാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. എക്സ് വൈ എന്നാണെങ്കിൽ നിങ്ങൾ എക്സ് വൈ എന്നല്ല എഴുതി വെക്കേണ്ടത്. എന്താണ് എഴുതേണ്ടത്? നമ്മൾ ഇപ്പം പഠിച്ചതുപോലെ 10x പ്ലസ് വൈ എന്നാണ് നമ്മൾ ആ 2 ഡിജിറ്റ് നമ്പർ എടുക്കേണ്ടത്. അതിലെ ഡിജിറ്റിന്റെ സം എന്ന് പറഞ്ഞാൽ എക്സും വൈയും പ്ലസ് ചെയ്താൽ മതി. ഡിജിറ്റിന്റെ സം എന്ന് പറയുമ്പം എക്സ് പ്ലസ് വൈ ആണ്. അത് 11 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇക്വേഷൻ കിട്ടി. ഓക്കെ ആണേ. എക്സ് വൈന്ന് നേരെ 2 ഡിജിറ്റ് നമ്പർ ആക്കി എടുക്കരുത്. അതിലെ ഡിജിറ്റ് ഒരെണ്ണം എക്സ് ആണ്, ഒരെണ്ണം വൈ ആണ്. അതുകൊണ്ട് ഡിജിറ്റിന്റെ സമ്മ് നിങ്ങൾക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ 11 എഴുതാം. പക്ഷേ ആ 2 ഡിജിറ്റ് നമ്പർ എക്സ് വൈ നല്ല എടുക്കേണ്ടത്. എന്താ എടുക്കേണ്ടത്? 10x പ്ലസ് വൈ എന്നാണ് എടുക്കേണ്ടത്. ഇത്രയും റെഡി അല്ലേ? മുന്നോട്ട് പോയി നോക്കുക. അപ്പൊ 2 ഇക്വേഷൻ ആവണേ. ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടെ കിട്ടിയാൽ നമുക്ക് സമവാക്യ ജോഡികളായിട്ട് മാറും. രണ്ടാമത്തുള്ളതെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കി. അതിന്റെ ഉള്ളിൽ ഒരു ക്ലൂ ഉണ്ടാവുമല്ലോ. നോക്കിക്കോണേ.
The number got by interchanging the digits is 9 more than the actual number. നിങ്ങൾ ഈ സംഖ്യയെ നേരെ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാം. എടാ നോക്ക്, നമ്മൾ എടുത്തത് എക്സ് വൈ എന്നല്ലേ, ഇന്റർചേഞ്ച് ചെയ്ത് വെക്കാം. നേരെ തിരിച്ചാൽ അത് ആരായി? വൈ എക്സ് എന്ന് നേരെ തിരിയൂലേ? ആ തിരിച്ചിടുന്ന നമ്പർ പക്ഷെ നമ്മൾ വൈ എക്സ് നല്ല എഴുതുക. പറഞ്ഞോ എങ്ങനെ എഴുതുക? നമ്മൾ പഠിച്ചല്ലേ. ഇതേപോലെ ഒന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണ്ടേ? 10y പ്ലസ് എക്സ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. വൈ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ ആരാ? 10y പ്ലസ് എക്സ്. എന്തിനാണ് ഇങ്ങനെ എഴുതിയത്? നമ്മൾ എക്സ് വൈനെ തിരിച്ചിട്ടു, വൈ എക്സ് എന്നാക്കി. അങ്ങനെ നമ്പർ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി വെച്ചാൽ 10y പ്ലസ് എക്സ് എന്ന് പറയുന്ന ആ 2 ഡിജിറ്റ് നമ്പറിന്റെ പ്രത്യേകത എന്താ? ആദ്യം പറഞ്ഞ നമ്പറിലെ ആക്ച്വൽ നമ്പർ അതിനേക്കാൾ 9 മോർ ദാൻ എന്നാണ് പറയുന്നത്. 9 കൂടുതലാ. ആദ്യത്തെ ആള് 10x പ്ലസ് വൈ, അതിനേക്കാൾ 9 കൂടുതൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പ്ലസ് ഒരു 9 അങ്ങോട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കയ്യിലേക്ക് വരും. എങ്ങനെയാ അത് അറേഞ്ച് ചെയ്യാം? ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാം അല്ലെ. ലെറ്റർ ഒക്കെ ഒരു ഭാഗത്തേക്ക് എടുക്കാൻ, നമ്പർ ഒക്കെ ഒരു ഭാഗത്ത് കിടക്കട്ടെ. 10y ഇവിടെ ഉണ്ട്, അപ്പുറത്ത് കിടക്കുന്ന പ്ലസ് വൈനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മൈനസ് വൈ. ഇനി ഇവിടെ ഒരു എക്സ് ഇവിടെ ഓൾറെഡി ഉണ്ട്, ഒരു പ്ലസ് എക്സ് ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള ഇതാ ഇവിടെ ഒരു പ്ലസ് എക്സ് ഓൾറെഡി ഉണ്ട്, പ്ലസ് എക്സ്. ഇപ്പുറത്തുള്ള 10x ഇല്ലേ, അതൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതിയാൽ എന്തായി? മൈനസ് 10x എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ, ബാക്കി എന്താ ഉള്ളത്? ഒരു 9 അല്ലേ ബാക്കിയുള്ളത്. ഇങ്ങനെ എഴുതി വെച്ചു. 10yയിൽ നിന്ന് y മൈനസ് ചെയ്യുന്നു. 10y ന്ന് ഒരു y കുറച്ച ബാക്കി നമുക്ക് 9y എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ എന്താ? അത് കഴിഞ്ഞാൽ പ്ലസ് എക്സ് മൈനസ് 10x. പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഒരെക്സ് നിന്ന് 10x കുറയ്ക്കണം. 1 10 കുറയ്ക്കണതാ. 1 10 കുറച്ചാൽ മൈനസ് 9x അല്ലേ കിട്ടുക. 1 കുറയ്ക്കണം 10 എന്ന് പറഞ്ഞാൽ മൈനസ് 9 അല്ലേ. റെഡിയേ? അറിയാത്ത ആൾക്കാരുണ്ടോ? വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക അല്ലെ. അപ്പൊ 9y മൈനസ് 9x ഇസ് ഈക്വൽ 9. ഇങ്ങനെ കിട്ടും നമുക്കൊരു ഇക്വേഷൻ. മൊത്തം ഒരു 9ന്റെ കളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതെല്ലാത്തിനെയും 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താലോ? 9x ഉണ്ട്, 9y ഉണ്ട്, ഈക്വൽ 9 ഉണ്ട്. കംപ്ലീറ്റ് 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ഇത്രയും കൂടി ഒന്ന് ചെറുതായി കിട്ടും, ആൻസർ ചെയ്യാൻ എളുപ്പമാവും. റെഡിയേ? അപ്പൊ കംപ്ലീറ്റ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9y-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി y എന്ന് കിട്ടും. മൈനസ് 9x-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കി എത്രയാ? x ഉണ്ടാവും അല്ലെ. ഈക്വൽ പിന്നെന്താ ബാക്കിയുള്ള? ഈക്വൽ അവസാനം ഒരു 9 ഉണ്ട്. ആ 9നെയും നമ്മൾ ഇതേ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 വരും. കംപ്ലീറ്റ് 9 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പൊ അത് 1y ആയി, 1x ആയി, നമ്പർ 1 ആയി. ഇക്വേഷൻ നമ്പർ 2 കിട്ടി. 2 ഇക്വേഷൻ കൈ കിട്ടിക്കുന്നത്. ഇക്വേഷൻ 1 ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട്. ഇക്വേഷൻ 1 ആരാണ്? x പ്ലസ് വൈ ഇസ് ഈക്വൽ 11 ആണ് ഇക്വേഷൻ നമ്പർ 1. y മൈനസ് എക്സ് ഈക്വൽ 1 ആണ് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇത് സോൾവ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാം? 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സോൾവ് ചെയ്യുന്ന പരിപാടി എങ്ങനെയാണ്? നിങ്ങൾ അത് രണ്ടും ഒന്നൊരു ഓർഡറിൽ എഴുതുക. ഒന്ന് ഓർഡറിൽ എഴുതട്ടെ. ഇത് ഞാൻ എഴുതി വെക്കുന്നത് y മൈനസ് എക്സ് ഈക്വൽ 1 എഴുതി. മറ്റേ ആള് എക്സ് പ്ലസ് വൈ ഈക്വൽ 11 ആണ്. ഞാൻ തിരിച്ചിട്ട് ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ? y പ്ലസ് എക്സ് ഈക്വൽ 11 എഴുതിയാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. രണ്ടും ഒന്ന് തന്നെയല്ലേ? എടാ നോക്കടാ, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതും y പ്ലസ് എക്സ് എന്ന് പറഞ്ഞാലും രണ്ടും ഒരേ ആൾ തന്നെയല്ലേ. അപ്പൊ ഇത് രണ്ടും ഒരേ ഓർഡറിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ പറഞ്ഞേ. ചെയ്യാനുള്ള എളുപ്പത്തിന് ഒരു ഓർഡറിൽ രണ്ടും y ഒക്കെ ഒരേ ലെവലിൽ, എക്സ് ഒക്കെ ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി ചെയ്തതാ. എക്സും വൈയും രണ്ടും ഒന്നും തന്നെയല്ലടാ. y പ്ലസ് എക്സ്, എക്സ് പ്ലസ് വൈ രണ്ടും സെയിം തന്നെ. ഓക്കെ, ഇനി ഈ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യണം? സോൾവ് ചെയ്യാനുള്ള ഐഡിയ എന്താ? എങ്ങനെ നമ്മളിത് സോൾവ് ചെയ്യാം? നിങ്ങൾ ഈ ഇക്വേഷനിലേക്ക് നോക്കുക. ആരെങ്കിലും സെയിം ഉണ്ടോ നോക്കുക. ഇവിടെ ഒരു y, ഇവിടെ ഒരു y. അപ്പൊ y സെയിം ആണ്. ഇവിടെ ഒരു എക്സ്, ഇവിടെ ഒരു എക്സ്. എക്സും സെയിം ആണ്, വൈയും സെയിം ആണ്, എക്സും സെയിം ആണ്. ഇനി ഇവിടെ പ്രശ്നമുള്ളത് എക്സ് ഒരു എക്സ് മൈനസ് എക്സ് ആണ്, ഒരു എക്സ് പ്ലസ് എക്സ് ആണ്. നമ്മൾ ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലുള്ള ഒരു ലെറ്ററിനെ 0 ആക്കി മാറ്റി മറ്റേ ആളുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചാളാം. ഇനി ഇത് 0 ആക്കപ്പോൾ എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് y 0 ആക്കണം എന്ന് വിചാരിക്കാം. മുകളിലുള്ളത് പ്ലസ് വൈ, താഴെയുള്ളതും പ്ലസ് വൈ. ഒരേ സൈഡിലാണ് ആളുകൾ സെയിം ആയി കിടക്കുന്നത്. 0 ആക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് തമ്മിൽ കുറച്ചാൽ പോരെ അല്ലേ? വൈയിൽ നിന്ന് y കുറച്ചാൽ അത് 0 ആയി കിട്ടും. ഇനി എക്സ് ആണ് നിങ്ങൾക്ക് 0 ആക്കേണ്ടതെന്ന് വിചാരിക്കാം. എക്സിനെ 0 ആക്കണമെങ്കിൽ ഒരെണ്ണം മൈനസ് എക്സ് ആണ്, ഒരെണ്ണം പ്ലസ് എക്സ് ആണ്. ഒന്ന് മൈനസിലും ഒന്ന് പ്ലസിലും ആണെങ്കിൽ 0 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. കൂട്ടിയാൽ 0 ആവും. -5 + 5 0 അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങൾക്ക് എക്സ് 0 ആക്കണോ y 0 ആക്കണോ? ഏത് വേണമെങ്കിൽ ചെയ്തോ. എക്സ് ആണ് നിങ്ങൾ 0 ആക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഈ 2 ഇക്വേഷനും കൂടെ പ്ലസ് ചെയ്താൽ മതി. വൈനെയാണ് നിങ്ങൾ 0 ആക്കാൻ പോകുന്നതെങ്കിൽ 2 ഇക്വേഷനും കൂടെ മൈനസ് ചെയ്താൽ മതി. നിങ്ങളെ ലോജിക്കിന് വിടുന്നു. ഞാൻ തൽക്കാലം പ്ലസ് ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടും കൂടെ പ്ലസ്. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലങ്ങളൊന്ന് മൈനസ് വെച്ചൊന്ന് വെറുതെ ചെയ്ത് നോക്കണേ. ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുമെന്ന് നോക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 1 + 11 എന്ന് പറയുന്നത് 12.
മൈനസ് എക്സും പ്ലസ് എക്സും കൂടെ ആഡ് ചെയ്താൽ അത് 0 ആയിപ്പോയി അല്ലേ? അത് 0, ഇനി എഴുതണമെന്നില്ല, അത് 0 ആയിപ്പോയി. ബാക്കിയോ y പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2y. 2y ഈക്വൽ 12 എന്ന് കിട്ടി. 2y 12 ആണെങ്കിൽ y ഈസ് ഈക്വൽ എന്താണ്? y എന്ന് പറയുന്നത് 12ന്റെ ഹാഫ് ആയിട്ട് വരൂലേ? എത്രയായിരിക്കും y ന്റെ വാല്യൂ ഉണ്ടാവുക? 12 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ 6 എന്ന് കിട്ടി. y യുടെ വാല്യൂ 6 കിട്ടി. ഇനി ആൻസർ ആയില്ലേ? എക്സും വൈയും കൂടെ പ്ലസ് ചെയ്താൽ 11 ആണ്. അതിൽ y എന്ന് പറയുന്നത് 6 ആണ്. പിന്നെ എക്സ് എത്ര ഉണ്ടാവും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 11 അല്ലേ? ഒരാൾ 6 ആണെങ്കിൽ പിന്നെ 11 ആവണമെങ്കിൽ ബാക്കി 5 വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയ വൈയുടെ വാല്യൂ ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾക്ക് എക്സ് ആരാന്ന് മനസ്സിലാവും. ഞാൻ ഇക്വേഷൻ നമ്പർ 2ലാണ് നോക്കിയത്, 2ലല്ല 1, ഏതിൽ വേണേൽ നോക്കും. ഏതിൽ നോക്കിയാൽ ആൻസർ സെയിം ആണ്. ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കിട്ടും y പ്ലസ് എക്സ് ആണ് 11. അതിൽ y എന്ന് പറയുന്നത് 6. അപ്പൊ 6നോട് ഏത് നമ്പർ പ്ലസ് ചെയ്താൽ 11 ആവുക? 5 അല്ലേ? നേരെ എഴുതിയാൽ പോരെ? എക്സ് ഈസ് ഈക്വൽ 5 ആണ് നമുക്ക് ഇവിടുന്ന് സോൾവ് ആയി കിട്ടി. ഇനി നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ആ 2 ഡിജിറ്റ് നമ്പർ ഏതാണ്? നമ്മളോട് ചെയ്യാൻ പറഞ്ഞ 2 ഡിജിറ്റ് നമ്പർ നമുക്ക് എക്സും കിട്ടി വൈയും കിട്ടി. എക്സ് വൈ എന്നല്ലായിരുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്പർ എടുത്ത് വെച്ച് എക്സ് വൈ. അപ്പൊ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്ന് വെച്ചാൽ നമ്മുടെ 2 അക്ക സംഖ്യ. അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ 2 അക്ക സംഖ്യ എന്ന് പറയുന്നത് ആൾ ആരാണ്? എക്സിന്റെ സ്ഥലത്തുള്ള എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറ്റയും 10 നോക്കണേ. ഒറ്റ 10 ഏതാ ഡിജിറ്റ് നോക്കണേ? ഇതാണ് നമ്മുടെ ആള്. 10ന്റെ സ്ഥാനത്താണ് എക്സ് ഉള്ളത്, ഒറ്റയുടെ സ്ഥാനത്തുള്ളത് വൈ ആണ്. അപ്പൊ നമ്മുടെ നമ്പർ കയ്യിൽ കിട്ടി. എത്രയാണ് നമ്മുടെ നമ്പർ? നമുക്ക് കിട്ടിയ എക്സ് 5ഉം വൈ 6ഉം ആയതുകൊണ്ട് 56 ആണ് ആ നമ്പർ. ഐഡിയ കിട്ടിയോ? 56 ആണ് നമ്മുടെ നമ്പർ. റെഡി? ഇനി നിങ്ങൾ ഇത് ചെയ്ത് ശരിയാണോ നോക്ക്. പരിപാടി കഴിഞ്ഞിരിക്കുന്നത് ഇനി ചെയ്ത് ശരിയാണോ വെറുതെ നോക്കുക. ഇത് നേരെ തിരിച്ചിട്, നമ്പർ ഇന്റർചേഞ്ച് ചെയ്യ്. 56നെ നേരെ തിരിച്ചിട്ടാൽ 65. എന്താ പറഞ്ഞേ? തിരിച്ചിടുന്ന നമ്പർ ആദ്യമുള്ള നമ്പറിനേക്കാൾ 9 കൂടുതലാണ്. ഒന്ന് നോക്കി നോക്ക്. 56നോട് 9 പ്ലസ് ചെയ്യടാ. ആദ്യത്തെ നമ്പറിനോട് 9 കൂട്ടിയാൽ കറക്റ്റ് പുതിയ നമ്പർ വന്നില്ലേ? റെഡി അല്ലേ? കണ്ടുപിടിച്ചത് ശരിയാണ്. ആദ്യത്തെ ആൾ 56, അതിനോട് 9 കൂട്ടിയാൽ 65 കിട്ടും. 65 എന്ന് പറഞ്ഞാൽ ഈ 56 തിരിച്ചെഴുതിയ നമ്പറാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റി. മക്കളെ ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തെടുക്കുന്നത്? ഈ 2 ഡിജിറ്റ് നമ്പറിന്റെ ക്വസ്റ്റ്യൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മറന്നു പോകരുത്, ശരിക്കും പഠിച്ചോളുക. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ ടാസ്ക്, ഈ തുടങ്ങുന്ന ഈ ഒരു പരിപാടി മാത്രമേ ഇതിൽ ബുദ്ധിമുട്ടുള്ളൂ. എനിക്ക് നിങ്ങൾ ഇതൊന്ന് മാറ്റി തരണേ. എക്സ് വൈ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം 2 ഡിജിറ്റ് നമ്പർ നിങ്ങൾ എഴുതിയ സ്റ്റൈല് 10x പ്ലസ് വൈ എന്നല്ല എഴുതിയേ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് ആയിരുന്നു. എൻ്റെ 2 ഡിജിറ്റ് നമ്പർ ഇതാണ്, PQ എന്നാണ് എൻ്റെ 2 ഡിജിറ്റ് നമ്പർ. നിങ്ങൾ ഇതിനെ ഒന്ന് ഈ ഫോമിൽ കറക്റ്റ് ലെറ്റർ മാറ്റിയതാ ഈ ഫോമിലേക്ക് ഒന്ന് റെഡിയാക്കി തരും. ഈ 10x പ്ലസ് വൈ എന്നൊക്കെ എഴുതുന്ന പരിപാടിയിലെ ആ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഇതാണ് എനിക്ക് കിട്ടേണ്ടത്. പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. ഈ പരിപാടി ഓക്കെ ആയാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ സിമ്പിൾ ആയിട്ട് മാറിക്കോളും. സുഖമായിട്ട് ചെയ്തു പോവാം. അപ്പോൾ മക്കളെ നിങ്ങളോട് പറയാനുള്ളത്, എക്സാമൊക്കെ അടുത്തു. അപ്പൊ നമ്മുടെ ലൈവും മാരത്തോണും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നാളെ വൈകിട്ട് 7 മണിക്ക് നമ്മുടെ മിനി മാരത്തോണിൽ 9th മാത്സുമായിട്ട് ഞാനാണ് വരുന്നത്. അപ്പൊ ഒന്നും നോക്കണ്ട, നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ ആദ്യം ചെയ്യുന്ന പരിപാടി ഫസ്റ്റ് ചാപ്റ്റർ, ഈ ചാപ്റ്ററും തൊട്ടടുത്ത ചാപ്റ്ററും രണ്ടാമത്തത്, ഈ 2 ചാപ്റ്ററാണ് നമ്മൾ നാളെ തറോ ആയിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് പോരുക. വൈകിട്ട് 7 മണിക്ക് ഏകന്റെ ചാനലിലേക്ക് പോരണേ. അപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിക്കും, ഉഷാറായിട്ട് പഠിക്കും. ഒരു ഡൗട്ട് ഉണ്ടാവരുത്. ഏതൊക്കെ എക്സാമിന് വരും കംപ്ലീറ്റ് നമുക്ക് ചെയ്ത് പഠിക്കണം. അപ്പൊ നാളെ നിങ്ങൾ എല്ലാവരെയും ഞാൻ ലൈവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വരുന്ന സമയത്ത് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി വരണം. നമുക്ക് ഉഷാറായിട്ട് പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. ഓക്കെ മക്കളെ, ബൈ ബൈ.